അള്ളാഹും റസൂലും വളരെ ഗൗരവത്തിൽ ഉണർത്തിയ കാര്യമല്ലേ? പക്ഷേ രണ്ട് ഷഹാദത്ത് കലിമയും അംഗീകരിച്ച, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ച മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരാൻ സാധ്യതയില്ലെന്നാണ് ഇവിടുത്തെ ഖുറാഫികൾ പ്രചരിപ്പിക്കുന്നത്. മറ്റെന്ത് കുറ്റത്തെ പേടിച്ചാലും ശിർക്ക് ഞങ്ങൾ പേടിക്കേണ്ടതില്ല. മുസ്ലിയാക്കന്മാര് വയന്ന് പറയുന്നു, ജനങ്ങളെ നിങ്ങളെ ഒന്നും ശരിയില്ല, നിങ്ങളെ കുളി ശരിയില്ല, നിങ്ങളെ തയമ്മും ശരിയില്ല. നോമ്പ് കാലം വന്നാൽ വയന്ന് നോമ്പിന് അങ്ങനെയാണ് അത്തായം കഴിക്കേണ്ടത്, നോമ്പ് കാലത്തെ ഇബാദത്ത് ഇങ്ങനെയാണ്, നോമ്പ് കാലത്തെ നിസ്കാരം ഇങ്ങനെയാണ്, സക്കാത്ത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്, സദഖ ഇങ്ങനെയാണെന്ന് പറഞ്ഞ പ്രസംഗം. എന്താ അതിന്റെയൊക്കെ ആകത്തുക? എന്താ? റസൂലുള്ളാഹിന്റെ കാലത്തെ നിസ്കാരം, റസൂലുള്ളാഹിന്റെ കാലത്തെ നോമ്പ്, റസൂലുള്ളാഹിന്റെ കാലത്തെ ഹജ്ജ്, അതുപോലെയുള്ള കർമ്മങ്ങളൊന്നും അതിന്റെ തനതായ രൂപത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. മുസ്ലിമീങ്ങളെ മുസ്ലിയാക്കന്മാർ അങ്ങോട്ട് തിരിച്ചു വിളിക്കാണ്. റസൂൽ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കും കൂട്ടരെ, സഹാബത്ത് നോമ്പെടുത്തതുപോലെ നോമ്പെടുക്കും കൂട്ടരെ. അപ്പൊ അതിലൊക്കെ മുസ്ലിമീങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കുകയാണ് അവർ. ഇസ്ലാം കാര്യത്തിലെ 4 കാര്യത്തിലും തെറ്റുകൾ, അബദ്ധങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ റസൂല് പഠിപ്പിച്ച സമ്പൂർണമായ അർത്ഥത്തിലുള്ള ഇബാദത്തുകൾ നിലനിൽക്കുന്നില്ല. പക്ഷെ തൗഹീദിന്റെ കാര്യത്തിൽ അഥവാ ഷഹാദത്ത് കലിമയുടെ കാര്യത്തിൽ മാത്രം യാതൊരു അബദ്ധവും നമ്മുടെ ആളുകൾക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ അവിടെയും നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അതിലും നമുക്ക് അബദ്ധങ്ങൾ പണഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്തു നിന്നാണ് ഒരാൾ മുജാഹിദായി മാറുന്നത്, സലഫിയായി മാറുന്നത്. നിസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലും ഒക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, റസൂൽ പഠിപ്പിച്ച തനതായ രൂപത്തിൽ നിന്ന് നിലനിൽക്കുന്നില്ലെങ്കിൽ, തൗഹീദിലും മായം കലർന്നിട്ടുണ്ട്, റിസാലത്ത് മനസ്സിലാക്കുന്നിടത്ത് മായം കലർന്നിട്ടുണ്ട്, ശിർക്ക് ബിദ്അത്തുകൾ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ മാറി ചിന്തിക്കുകയും സലഫിയാവുകയും ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുജാഹിദ് കുടുംബത്തിൽ പറന്നു വീണത് കൊണ്ട് ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീന്തി കൊടുക്കുകയാണ് നമ്മൾ പലരും അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരാൻ സാധ്യതയില്ലെന്നോ മുസ്ലിങ്ങൾ ശിർക്കിനെ ഭയപ്പെടേണ്ടതില്ലെന്നോ അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. മറ്റു പാപങ്ങളെക്കാൾ ഏറെ ശിർക്കിനെ ഭയപ്പെടണമെന്നാണ് ഖുർആനും നബിയും പഠിപ്പിക്കുന്നത്. അതിനാണ് ഞാൻ 7 മഹാപാപങ്ങളെ കുറിച്ച് പറഞ്ഞ ഹദീസുകളെ കേൾപ്പിച്ചത്. അതാരോടാ പറഞ്ഞ? മുസ്ലിമീങ്ങളോടാ പറഞ്ഞത്. 7 പാപങ്ങളെ നിങ്ങൾ വിട്ടു നിൽക്കണം. എന്നിട്ട് ഒന്നാമത് എണ്ണി പറഞ്ഞത് ശിർക്കാണ്. സൂറത്ത് റൂമിലെ 31, 32 വചനങ്ങൾ, മുനീബീന ഇലൈഹി വത്തഖൂഹു വഅഖീമുസ് സ്വലാത്ത വലാ തകൂനൂ മിനൽ മുശ്രികീൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദത്തോടെ മടങ്ങുന്നവരായിരിക്കണം, അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും നമസ്കാരം നിലനിർത്തുകയും വേണം. വലാ തകൂനൂ മിനൽ മുശ്രികീൻ, നിങ്ങൾ മുശ്രിക്കുകളിൽ ഉൾപ്പെട്ടു പോകരുത്. മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ, സ്വന്തം മതത്തെ കണ്ടം തുണ്ടമാക്കുകയും അങ്ങനെ പല ഗ്രൂപ്പുകളാകും ചെയ്തവർ. മുശ്രിക്കീങ്ങളുടെ സ്ഥിതി അതാണ്. മതത്തെ കണ്ടം തുണ്ടമാക്കി ഛിന്ന ഭിന്നമാക്കി പല ഗ്രൂപ്പുകളായി മാറിയവർ. അതുപോലെ നിങ്ങൾ ഒരിക്കലും ആയി പോകരുതെന്നും നിങ്ങൾ മുശ്രിക്കീങ്ങളിൽ ഉൾപ്പെടരുതെന്നും പരിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ മുഹമ്മദ് നബിയോടാണല്ലോ അള്ളാഹ് പറഞ്ഞത്, നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമൽ പൊളിഞ്ഞു പോകുന്നു, അല്ലേ? വാസ്തവത്തിൽ റസൂലുള്ളാഹി ശിർക്ക് ചെയ്യൂല. ശിർക്കിന് താഴെയുള്ള പാപങ്ങളിൽ നിന്ന് പോലും അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, മഅസൂമാണ്. പിന്നെന്തിനാണ് ആ പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. വഹുവ ഖിതാബുൻ ലിന്നബിയ്യി ഖാസ്സ വഖീല അൽ ഖിതാബു ലഹു വൽ മുറാദു ഉമ്മത്തുഹു. നബിയോട് പ്രത്യേകമാണ് അവിടെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതെങ്കിലും അതിന്റെ ഉദ്ദേശം ഉമ്മത്താണ്, ഈ സമുദായമാണ്. ഇത് ഖദ് അലിമല്ലാഹു അന്നഹു ലാ യുശ്രിക് വലാ യഖഉ മിൻഹു ഇശ്റാഖ്. തഫ്സീർ ഖുർതുബി. അല്ലാഹുവിന്റെ റസൂൽ ശിർക്ക് ചെയ്യുകയില്ല, അദ്ദേഹത്തിന് ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് അല്ലാഹുവിന് അറിയാം. പിന്നെ ഈ നബിയോട് ശിർക്ക് ചെയ്തെന്ന് പറഞ്ഞ നബിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഉമ്മത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഈ ഉമ്മത്ത് ശിർക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. ചില ആളുകളൊക്കെ ചിലർക്കൊക്കെ പ്രസംഗിക്കാൻ ചെന്നാൽ ലീഗിന്റെ കോട്ടയാണെങ്കിൽ അവിടുന്ന് ചോദ്യം തരും, ശിഹാബ് തങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അയാൾ മുശ്രിക്കാണെന്ന് പറയാൻ ഒരുക്കമുണ്ടോ? ഇപ്പൊ ലീഗേറെ മുജാഹിദുകൾക്കെതിരെ ഇളക്കി വിടുക എന്നുള്ളതാണ് അവിടുത്തെ അജണ്ട. AP കുട്ടികളാണ് ആ ചോദ്യം തരിക. ഇപ്പൊ ലീഗും മുജാഹിദും ശത്രുവായ അതിന്റെ ഇടയിൽ ഓൽക്ക് മീൻ പിടിക്കാൻ കഴിയുമോ? നമ്മൾ പറയുന്ന ചോദ്യത്തിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായി. ഇവിടെ ഇന്നാള് മുശ്രിക്കാണോ ഇന്നാള് മുശ്രിക്കല്ലേ എന്ന് തീരുമാനിക്കണം പരിപാടിയല്ലത്. ഞങ്ങൾ പറയാറില്ല. വ്യക്തികളെ പേര് പറഞ്ഞിട്ട് മുശ്രിക്കാന്നോ അല്ലേ എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങൾക്കില്ല. ശിർക്ക് ഈ പ്രസംഗിക്കുന്ന ഞാൻ ചെയ്താലും ശിർക്ക് തന്നെയാണ്. ഞങ്ങളെ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ കൂടി ചെയ്താലും ശിർക്ക് തന്നെയാണ്. ശിർക്ക് ഏത് കുഫർ ഏത് എന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്നവൻ മുശ്രിക്കാണ് ഇന്നവൻ മുശ്രിക്കാണെന്ന് അങ്ങനെ റെസീറ്റ് കൊടുക്കുന്ന പണി ഞങ്ങൾക്കില്ല എന്നാണ് നമ്മൾ അതിന് മറുപടി പറയാ.
വാസ്തവത്തിൽ ഈ ചോദ്യകർത്താവ് മറ്റൊരു ഉദ്ദേശം അയാൾക്കുണ്ടാ. എന്താ? അത്രയും നബി കുടുംബത്തിൽപ്പെട്ട മഹാനായ അദ്ദേഹത്തിന് ശിർക്ക് വരുമോ എന്നാണ്. അള്ളാഹ് പറയുന്നു, മുഹമ്മദേ നീ ശിർക്ക് ചെയ്താ നിന്റെ അമല് പൊളിഞ്ഞു പോകും. അത്ര വലിയ തങ്ങളല്ലല്ലോ ഇപ്പൊ. ഏതായാലും മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര വലിയ തങ്ങളല്ലല്ലോ, അതിന്റെ താഴെയുള്ളവരല്ലേ. അപ്പൊ അതങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ ഒരു പ്രശ്നമല്ല. ആരിലും ശിർക്ക് സംഭവിക്കാം. പ്രവാചകന്മാരെ അള്ളാഹു പ്രത്യേകം കാത്തു സൂക്ഷിച്ചത് കൊണ്ട് അവന് ശിർക്ക് ഉണ്ടാവില്ല. മറ്റുള്ളതെല്ലാം ശിർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അത് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണമെന്നുമാണ് പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയില്ല സുഹൃത്തുക്കളെ, സൂറത്ത് അൻആമിലായത്ത് അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഇബ്രാഹിം നബിയെ അവിടുത്തെ ശത്രുക്കൾ പേടിപ്പിച്ചു. ഇതാ ഞങ്ങളെ ബിംബങ്ങളെ കുറ്റം പറഞ്ഞാൽ അതിന്റെ കുരുത്തക്കേട് നിനക്ക് തട്ടും കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന് പേടി ഉണ്ടായില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് നിർഭയത്വം ഉണ്ടായി. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. ആ ബിംബങ്ങൾക്ക് കാര്യകാരണങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ഉപദ്രവം തന്നെ ഏൽപ്പിക്കാൻ കഴിയില്ലെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അള്ളാഹു പറയാണ്, വിശ്വസിക്കുകയും തങ്ങളുടെ ഈ വിശ്വാസത്തിൽ ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവർ അവർക്കാകുന്നു നിർഭയത്വം, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. ഈ ആയത്തിറങ്ങിയപ്പോ സഹാബത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. അയ്യുനാലം യദ്ലിം നഫ്സഹു, സ്വന്തം ശരീരത്തോട് എന്തെങ്കിലും ഒരു ളുൽമ ചെയ്യാത്ത ആരാ നബിയെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അവർക്കൊന്നും നിർഭയത്വമില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ റസൂൽ പറഞ്ഞെടുത്തു, നിങ്ങളാ ഉദ്ദേശിച്ച ളുൽമല്ല അല്ലാഹ് അവിടെ ഉദ്ദേശിച്ചത്. ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞൊരു ളുൽമ നിങ്ങൾക്ക് അറിയില്ലേ? ഇന്ന ശിർക്കൽ ളുൽമുന്നദീം, ആ ളുൽമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് ചേകനൂരികൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ. അറബി ഭാഷ മാത്രം പറഞ്ഞതുകൊണ്ട് ഖുർആൻ മനസ്സിലാവില്ല. അറബികൾ നല്ല അറബികളാണല്ലോ സഹാബികള്, അവർക്ക് ളുൽമിന്റെ അർത്ഥം അറിയാം. പക്ഷെ ആ ഉദ്ദേശം എന്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കണം. സാധാരണ ളുൽമല്ല അവിടെ ഉദ്ദേശം. ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ ളുൽമാണ്. അത് പറഞ്ഞാൽ ശിർക്ക്, വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരിക്കണം, അപ്പോഴേ നിർഭയത്വം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ശിർക്കിനെ സൂക്ഷിക്കണം എന്നല്ലേ ഇതിന്റെ അർത്ഥം. സൂറത്ത് അൻആമിൽ തന്നെ കാണാം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്ന അടുത്ത് വലാ തഅകുലു മിമ്മാ ലം യുദ്കരി ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖുൻ. അല്ലാഹുവിന്റെ പേര് പറയപ്പെടാത്ത അങ്ങനെ അറുക്കപ്പെട്ടത് നിങ്ങൾ തിന്നാൻ പാടില്ല, അത് അധർമ്മമാണ്. വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം, പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് രഹസ്യ സന്ദേശം നൽകുന്നതാണ്. ലിയുജാദിലൂക്കും, അവർ നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി. വഇന്ന തഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ, അവരെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളും മുശ്രിക്കുകളാകുന്നതാണ്. അപ്പോ പിശാചുക്കൾ അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന്റെ പേര് പറയപ്പെടാതെ അറുത്തത് അത് തിന്നുന്നതിനെ സംബന്ധിച്ച് നിങ്ങളോട് തർക്കിക്കാൻ വരും. അവരെ നിങ്ങൾ അനുസരിച്ച് പോയാൽ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരായി മാറും. സുഹൃത്തുക്കളെ, ബിംബാരാധനയ്ക്കെതിരിൽ പോരാടിയ, അക്ഷരാർത്ഥത്തിൽ തന്നെ അഗ്നി പരീക്ഷണം ഏറ്റുവാങ്ങിയ ഹസ്രത്ത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ? സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്തിൽ എന്താണ്? വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, അല്ലാഹ്, എന്റെ റബ്ബേ, ഈ നാടിനെ നീ നിർഭയമായ രാജ്യമാക്കണേ, എന്നെയും എന്റെ സന്താനങ്ങളെയും ഞങ്ങൾ ബിംബങ്ങൾക്ക് ആരാധന ചെയ്യുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തേണമേ. കണ്ടോ? സ്വനമ് എന്ന് പറഞ്ഞ മനുഷ്യരൂപത്തിൽ കൊത്തി ഉണ്ടാക്കപ്പെട്ട ബിംബമാണ്. അങ്ങനെയുള്ള ബിംബങ്ങൾക്ക് ആരാധന ചെയ്യുന്നതിൽ നിന്നും എന്നെയും എന്റെ മക്കളെയും നീ അകറ്റി നിർത്തണേ. തൗഹീദിന്റെ നേതാവാണ് ആ ദുആ ചെയ്യുന്നത്. നമ്മളൊക്കെ എത്രമാത്രം പേടിക്കണം ശിർക്കിനെ എന്ന് അത് മനസ്സിലാക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണമാസന്നമായ സന്ദർഭത്തിൽ മക്കളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കാണ്, മാ തഅബുദൂന മിൻ ബഅദി, നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ആരാധിക്കുക? ആരോടാ ചോദിക്കുന്നത്? സ്വന്തം മക്കളോടാ ഒരു പ്രവാചകൻ ചോദിക്കുന്നത്. അവരുടെ മറുപടി, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹം വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ബാപ്പാങ്ങളൊന്നും വിഷമിക്കണ്ട, നിങ്ങൾ ആരാധിച്ച, നിങ്ങളെ പൂർവ്വപിതാക്കന്മാരായ ഇബ്രാഹിം ഇസ്മായിലും ഇസ്ഹാഖും ആരാധിച്ച അതേ അള്ളാഹുവിനെ തന്നെയാണ് ഞങ്ങൾ ഇബാദത്തെടുക്കുക. ഞങ്ങൾ അവന് സർവ്വവും സമർപ്പിച്ച മുസ്ലിങ്ങളായിരിക്കും. ഇതുകൊണ്ട് ഇത് ചോദിച്ചുകൊണ്ടാണ് യഹൂദികളോട് ചോദിക്കുന്നത്, യാക്കൂബ് നബി നിങ്ങൾ ആളാണെന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത്, എന്നാൽ അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് നബിക്ക് മരണമാസന്നമായ സമയത്ത് അദ്ദേഹം ഈ വസിയത്ത് നൽകുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ?
സ്വന്തം മക്കൾ തൗഹീദിൽ നിന്ന് പിഴച്ചു പോകുമോ എന്ന പേടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച മക്കൾ ശിർക്കിലേക്ക് പോകുമോ എന്ന പേടി പ്രവാചകൻ